ആൺകുട്ടികളാണെങ്കിലും മുടി കൊഴിഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഡോക്ടർ ഇതൊന്ന് ശരിയാക്കണം. അപ്പം ഞാൻ പറഞ്ഞു, എടോ താൻ നന്നായിട്ട് ആഹാരം നോക്കിയില്ലെങ്കിൽ തനിക്ക് പണി കിട്ടും, ഞാൻ ചെയ്യാം. അതേപോലെ തന്നെ താൻ കുറച്ച് യോഗ തെറാപ്പി ചെയ്യേണ്ടി വരും, പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പറയും, ഞാൻ പറഞ്ഞു ഒരു 5 ദിവസമെങ്കിലും ഞാനൊരു ട്രെയിനിങ് തരാം, അതിനകത്ത് കുറച്ചൊരു മൈൻഡ്ഫുൾനെസ് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് ചെയ്യാൻ ഡോക്ടർ. ഡോക്ടർ പറഞ്ഞു, ഞാൻ എന്തായാലും 1 മാസം ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അവർക്ക് പതുക്കെ പതുക്കെ ഫംഗസ് കയറിക്കൂടുന്നതാണ്. അതായത് ഇവരുടെ നോക്കിക്കഴിഞ്ഞറിയാം, ഇപ്പം എക്സ്ട്രീം സ്പൈസി എക്സ്ട്രീം സ്വീറ്റുമാണ്. ഈ രണ്ടെണ്ണത്തിന് നടുക്ക് ഇവർക്കില്ല. ഇപ്പം നമ്മുടെ കാലഘട്ടത്തിൽ എൻ്റെ അമ്മയൊക്കെ നമുക്ക് പഴപോളിയും അതുപോലെ തന്നെ ഈ ശർക്കര അടയും പിന്നെന്താണ് നമുക്കന്ന് അവല് നനച്ച് വയ്ക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അതിനകത്ത് മുഴുവൻ വരുന്നത് മധുര എന്താണ്, ശർക്കരയാണ്. ഇപ്പോൾ ആ ശർക്കരയിൽ ശരിക്കും പറഞ്ഞാൽ മധുരത്തിനോടൊപ്പം തന്നെ നല്ല അയൺ കണ്ടന്റ് ആണ്. അത് നമുക്ക് യാതൊരു രീതിയിലുള്ള ദോഷങ്ങളും വരുത്തുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് മൈദ പഞ്ചസാര ഇതല്ലാതെ വേറൊരു സാധനം അതിനകത്ത് ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഏത് ഇതിനകത്ത് നോക്കിയാലും വൈറ്റ് ഷുഗറാണ്. അപ്പം ഇത് ചെയ്യുന്ന കുട്ടികൾക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്ന ഫംഗസ് ഉള്ളിൽ നല്ല രീതിയിൽ പെറ്റുപെരുകയാണ്.